ഇന്ന് ഗുരുവായൂരമ്പലത്തിലും കൊടുങ്ങല്ലൂർ ഭരണിയൊക്കെ കണ്ട വിശേഷങ്ങളാണ്. ഞങ്ങൾ ചോറും പൊതിയൊക്കെ ആയിട്ട് രാവിലെ ഇറങ്ങി, വൈകിട്ടായപ്പോഴത്തേക്ക് കൊടുങ്ങല്ലൂരെത്തി. അവിടുന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിരുന്നു. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണിയാണ്, ഇത്രയും തിരക്കാണ് എന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അറിഞ്ഞില്ല ഇത്രയും തിരക്കുണ്ടാവുമെന്നൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് നല്ല ഷോക്കായിപ്പോയി, കാരണം നല്ല തിരക്കാണ്. പിന്നെ അമ്പലത്തിലേക്ക് കയറുന്നിടത്ത് നല്ല ക്യൂ ആണ്. അപ്പോൾ അവിടെ നിന്ന് ചേട്ടന്മാരൊക്കെ പറഞ്ഞു, രാവിലെ വെളുപ്പിനെയൊക്കെ ആയിരുന്നെങ്കിൽ ക്യൂ ഒന്നും ഇല്ലായിരുന്നു, നന്നായിട്ട് തൊഴാൻ പറ്റുമായിരുന്നു എന്നൊക്കെ അവിടെ അടുത്തുണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്ക് വൈകിട്ടായതുകൊണ്ട് അങ്ങനെ തൊഴാനൊന്നും പറ്റിയില്ല. പക്ഷേ എന്താ കോമരം തുള്ളുന്നതൊക്കെ കാണാൻ പറ്റി. എനിക്കറിയില്ല കറക്റ്റ് അങ്ങനെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ കണ്ടു. ഇവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ഗുരുവായൂർക്ക് പോയിരുന്നു. അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വെളുപ്പിന് ഗുരുവായൂരമ്പലത്തിൽ തൊഴാനായിരുന്നു പ്ലാന്. ഞങ്ങൾ വന്ന് ഇന്ന് സന്നിധാനന്ദൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പാട്ട് പാടുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു.
ഇവിടുന്ന് ഞങ്ങൾ നേരെ ഗുരുവായൂർക്കായിരുന്നു പോയത്. ചെന്ന് അപ്പം തന്നെ ഒരു 12:30 ആയി ഗുരുവായൂർ എത്തിയപ്പം. പിന്നെ ഞങ്ങൾ റൂം എടുത്തെടുത്തുള്ളവർ പറഞ്ഞു നല്ല ക്യൂ ആയിരിക്കും, അപ്പോൾ ഒരു 2 മണിക്കൊക്കെ ഇറങ്ങിയാൽ നേരത്തെ ക്യൂ നിൽക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 2:30 3 മണിയായി. 3 മണിക്ക് ഏതോ ഗുരുവായൂർ ട്രെയിൻ വരും, ആ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇറങ്ങിയപ്പോൾ ശരിക്കും 3 മണിയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത്രയും തിരക്ക്. നല്ല ക്യൂ ആയിരുന്നു. അമ്പലത്തിലെത്തിയപ്പോഴത്തേക്ക് നല്ല ക്യൂ ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ക്യൂ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 മണിക്ക് ക്യൂ നിന്ന് ഞങ്ങൾ 8:30 ആയപ്പോഴാണ് അമ്പലത്തിൽ കയറി തൊഴുതത്. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് നേരെ ഞങ്ങൾ അച്ഛമ്മയെ കാണാൻ പോയി. അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുമായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾക്ക് പ്ലാനിങ് പോലൊന്നും ആയില്ല. നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ തൊഴുതിട്ട് വന്നിട്ട് അമ്മയെ വിടാമെന്നായിരുന്നു വിചാരിച്ച്. നമ്മൾ തൊഴുതിട്ട് വന്നപ്പോൾ 8:30 തൊട്ടടുത്തായിരുന്നു റൂം, കുറച്ച് നടന്നാൽ മതിയായിരുന്നു. അപ്പോൾ 8:30 അമ്മ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അമ്മയും വിഷ്ണുവും കൂടി പോയി തൊഴുത്. കല്യാണിയെയും കുഞ്ഞിനെയും ഞങ്ങൾ തൊഴിക്കാൻ പറ്റിയില്ലായിരുന്നു, കാരണം അവർ അത്രയും നേരം ക്യൂ നിൽക്കില്ലായിരുന്നു. പിന്നെ നേരെ അച്ഛമ്മയെ കാണാൻ പോയി. ഇതാണ് ഞങ്ങളുടെ അച്ഛമ്മ. അത്രയുള്ള ഇന്നത്തെ വിശേഷം.